ആസര ടി വിയിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഒരു നല്ല അനുഗ്രഹമായ നിമിഷങ്ങളായി ഞാൻ കാണുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്നും ചില ആലോചനകളെ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 29-ാം സങ്കീർത്തനത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. ദൈവപുത്രന്മാരോട് പറയുന്നു യഹോവയ്ക്ക് ശക്തിയും മഹത്വവും കൊടുക്കാൻ. ഈ സങ്കീർത്തനം ആരംഭത്തിൽ പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ, ദൈവത്തിന് ശക്തി കൊടുപ്പീൻ. ഈ സങ്കീർത്തനത്തിൽ ദൈവശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട്. യഹോവ തൻ്റെ ജനത്തിനു ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിനു സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വവും ശക്തി കൊടുപ്പാൻ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. അപ്പം ദൈവത്തിന് ശക്തി കൊടുത്താൽ നമ്മൾ പിന്നെയും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തി നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ശക്തിയും അനുഗ്രഹവും നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് വചനം പറയുന്നു. സമാധാനം നൽകി അനുഗ്രഹിക്കും. നമുക്ക് ഇന്ന് പകലൊരു ദൈവശക്തി പ്രാപിപ്പാനുള്ള നിമിഷമാകട്ടെ. ദൈവശക്തി റിസീവ് ചെയ്യാൻ എത്ര പേര് റെഡിയാണ്? അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന എഫെസ്യ ലേഖനത്തിൽ കാണാം. വേറെ ഒന്നിനുമല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ അളവറ്റ ശക്തി ഒന്ന് പ്രാപിക്കണമെന്ന് പൗലോസ് പറയുന്നു. കാര്യം ദൈവശക്തിയെ വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് പൗലോസ്. പൗലോസിൻ്റെ എഫെസ്യ സഭയുടെ പ്രവർത്തനങ്ങൾ അർത്തമീസിൻ്റെ വലിയ പേര് കേട്ട് നിന്ന പട്ടണത്തിൽ പൗലോസ് ദൈവസഭയെ സ്ഥാപിക്കുവാൻ ഇടയായത് മറ്റുള്ളതൊന്നുമല്ല, വലിയ ശക്തി ദൈവമാണ്, കർത്താവായ യേശുവാണ് മഹാശക്തിയുള്ള ദൈവമെന്ന് പൗലോസ് അവിടെ തെളിയിച്ചു. അപ്പോൾ ദൈവശക്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കും കഴിയണമെങ്കിൽ നമ്മളും ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ ഇടയാകണം. ഇന്ന് പകൽ എന്നോട് എൻ്റെ ഈ ആലോചനയെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇന്ന് പകലിൽ ദൈവശക്തി നമുക്ക് പ്രാപിക്കണം. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കും? കർത്താവേ, ഇന്ന് പകലിൽ എനിക്കൊരു പുതിയ അഭിഷേകം വേണം, ഇന്ന് പകൽ എനിക്കൊരു പുതിയ കൃപ വേണം, ഇന്ന് പകൽ ഞാനൊന്ന് അങ്ങേക്ക് വേണ്ടി കത്തി ജ്വലിച്ച് മുന്നോട്ട് കയറട്ടെ. ഹല്ലേലൂയ! ഇന്ന് പകൽ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് സ്തോത്രം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ അവൻ സമാധാനം നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്താൻ പോവുകയാണ് കർത്താവ്. ഇതുവരെ കാണാത്ത ചില ദൈവിക മഹത്വം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് പകൽ ദൈവശക്തി ഏറ്റെടുക്കണം കേട്ടോ. ഹല്ലേലൂയ! അപ്പോസ്തലനായ പൗലോസ് എങ്കിലും ഈ അത്യുന്ന ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ട ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. കാര്യം ദൈവം പകർന്നത് ഒരു നിക്ഷേപത്തെയാണ്. ദൈവശക്തി വിലമതിക്കാൻ പറ്റാത്ത ഒരു സ്വത്താണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ആധാരമായിരിക്കേണ്ടത്. ദൈവശക്തിയാണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടത്. ഇന്ന് പകൽ ഒരു അസാധാരണമായ ദൈവശക്തിയുടെ പകർച്ചകൾ നിങ്ങൾ കാണുന്ന മേഖലകളിൽ ഇത് വെളിപ്പെടട്ടെ. നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. പ്രതിസന്ധികളിൽ ചാടി എഴുന്നേൽക്കുന്ന ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. തളർന്നും ക്ഷീണിച്ചും ഇരിപ്പാനല്ല ദൈവം പറയുന്നത്. ഒരു കഴുകനെ പോലൊന്ന് പുതുക്കം പ്രാപിച്ച് നിന്റെ പ്രതികൂലങ്ങളുടെ മേളിൽ നീ ഒന്ന് പറക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് യെശയ്യാവ് 40:31. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് പോലെ ഒന്ന് ശക്തിയെ പുതുക്കി പ്രതിസന്ധികളിൽ നിന്നൊന്ന് ഒന്ന് ചിറകടിച്ച് കയറിയേ. ഹല്ലേലൂയ! മറ്റുള്ള എല്ലാ മേഖലകളും നമ്മൾ ഈ കഴുകനെ ചിന്തിക്കുമ്പോഴേ ഒരു മഴക്കാറിൽ പല കിളികളും പല മേഖലകളും നനയുമ്പോൾ ഒരു കഴുകൻ മേഘങ്ങളുടെ മേളിൽ
പറന്നു കയറുന്നത് പോലെ ദൈവശക്തി പ്രാപിക്കുമെങ്കിൽ ഇന്ന് പോലെ ചില പ്രതികൂലങ്ങൾക്ക് മേളിൽ ദൈവം കയറ്റി നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേ. അതെ, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഇതുവരെ കാണാത്തൊരു ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് സ്തുതിച്ചു തുടങ്ങിയേ ഇപ്പോൾ നിങ്ങളുടെ മേലൊരു അഭിഷേകം ഇറങ്ങട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മേലൊരു ദൈവശക്തിയുടെ പകർച്ച നടക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇതുവരെ ഇല്ലാത്തൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്തിനാണെന്നറിയാമോ? ഇതുവരെ പറന്നതുപോലല്ല, ഇതുപോലെ നടന്നത് പോലെയല്ല, ദൈവശക്തിയോടെ മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. അങ്ങനൊരു ശക്തി, അങ്ങനൊരു അഭിഷേകം ഇന്ന് ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന മേഖലകൾ പല സാഹചര്യങ്ങളിൽ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. എങ്കിൽ അവിടെ ക്ഷീണിക്കാതെ, അവിടെ തളരാതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിൻ്റെ മുമ്പിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നു. ഹല്ലേലൂയ. താൻ ക്ഷീണിച്ചു, താൻ തളർന്നു. പക്ഷേ യാബോക്കിൻ്റെ കടവിൽ ദൂതനെ കയറി യാക്കോബ് കയറി പിടിക്കുകയാണ്. ഒറ്റ കാര്യവും പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. യാക്കോബിന് ആടുമാടുകളും മൃഗസമ്പത്തുകളും എല്ലാം ഓടെയാണ് യാക്കോബ് മടങ്ങി വരുന്നത്. പക്ഷേ യാക്കോബ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞത് മാനുഷികമായ എന്തെങ്കിലും ഒരു സഹായമോ അനുഗ്രഹമോ ഒന്നുമല്ല ചോദിച്ചത്, ദൈവത്തിൻ്റെ ശക്തിയാണ് ചോദിച്ചത്. പ്രതിസന്ധികളിൽ മുന്നേറുവാൻ, പ്രതികൂലങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകമാണ്, ദൈവത്തിൻ്റെ കൃപയാണ് യാക്കോബിൻ്റെ മേൽ വെളിപ്പെട്ടത്. ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു അഭിഷേകം. യാക്കോബിൻ്റെ പേര് ഇസ്രായേലാക്കിയത് ആ നിമിഷം അവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടായി. ഇന്ന് പകലിൽ പ്രതികൂലങ്ങളിൽ തളർന്നു പോകുവാനല്ല, പ്രതിസന്ധികളിൽ ഒരു പുതിയ അഭിഷേകം പ്രാപിച്ച് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരമേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ ദൂത് ചിലരെ കത്തിക്കാൻ പോവുകയാണ്. ഈ ദൂത് ചിലരെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. അധര ജനത രക്ഷ റീബനിയ രക്ഷധാരിയ റോഗോമന ശന്ധര റിഗന രക്ഷധ രഗന രധുര ജനത. ആത്മാവിലൊന്ന് പ്രതികരിച്ച് ഒരു അസാധാരണമായ കൈമാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇതുവരെ കാണാത്തൊരു സൗഖ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, ഇതുവരെ കാണാത്തൊരു വിടുതൽ വെളിപ്പെടട്ടെ, ഇതുവരെ കാണാത്ത ജയകരമായൊരു ജീവിതം വെളിപ്പെടട്ടെ. ഇനി യാത്ര ചെയ്യുന്ന മേഖലകളിൽ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. അധര ജനത്തേരി അന്തൽമേനി റോഗോ ഷാധ റീഗൗറിയ ഷാധാര റേഖേരിയാധാര. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. തോബിയാവും സൻബല്ലത്തും വെല്ലുവിളിച്ചെടുത്ത് നെഹമ്യാവ് തൻ്റെ ദൗത്യങ്ങൾ താൻ അവസാനിപ്പിച്ചില്ല. രാത്രിയുടെ യാമങ്ങളിൽ ഊരിപ്പിടിച്ച വാളുമായി ഇടിഞ്ഞു കിടന്നിടം പരിശോധിച്ച് ദൈവത്തിൻ്റെ നിയോഗം ചെയ്തെടുപ്പാൻ തക്കോണം നെഹമ്യാവ് റെഡിയായിരുന്നു. ആരെങ്കിലും ഉത്സാഹിപ്പിക്കുമെന്ന് വിചാരിച്ചത് നിങ്ങളാരും ഇരിക്കേണ്ട. ദൈവം നിങ്ങളുടെ മേലെ ഒരു പുതിയ അഭിഷേകം ചെയ്യും. പുതിയൊരു ശക്തി നിങ്ങളുടെ മേൽ ദൈവം പകരും. ആ ബലത്തോടെ നിങ്ങൾ ദൈവിക പദ്ധതികൾ ചെയ്തെടുക്കുക. ഹല്ലേലൂയ. ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടതുള്ളതെല്ലാം ദൈവം തുറന്നു തരാൻ ദൈവം വിശ്വസ്തനാണ്. നെഹമ്യാവ് കരഞ്ഞു. മുഖം വാടിയിരിക്കുന്ന നെഹമ്യാവിനോട് രാജാവ് ചോദിച്ചു, എന്താണ്? നെഹമ്യാവ് തൻ്റെ നിയോഗങ്ങൾ പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരുടെ പട്ടണത്തിൻ്റെ മതിലിടിഞ്ഞു കിടക്കുകയാണ്. ഇടിഞ്ഞു കിടക്കുന്നത് പണിയണമെന്നൊരാഗ്രഹം. ഇന്ന് പകൽക്കാലം ദൈവശക്തിയോട് ഇടിഞ്ഞു കിടക്കുന്നത് പണിയാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകൽ ഇടിഞ്ഞു കിടക്കുന്നത് പണിയാൻ എഴുന്നേൽക്കുക. കർത്താവിനോട് ഈ നിമിഷം പറയണം, കർത്താവേ, പണിയപ്പെടുന്ന ഒരു അഭിഷേകം എൻ്റെ മേൽ തരണം. ഞാൻ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ദൈവകൃപ എനിക്ക് വേണം. അധരാ ജനത, ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം അതിശക്തമേറിയ ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എന്താണെന്നറിയോ? തളർന്നിരിക്കാനല്ല, പ്രതിസന്ധികളിൽ ജയിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു അഭിഷേകം. ജനമേ ഒന്ന് ചോദിച്ചാട്ടെ, സഹോദര ഒന്ന് ചോദിച്ചാട്ടെ, മകളെ നീ ഒന്ന് ചോദിച്ചാട്ടെ, കർത്താവേ എനിക്കിന്നൊരു പുതിയ കൃപ വേണം, ഇന്ന് എനിക്കൊരു പുതിയ അഭിഷേകം വേണം. യാചിക്കുന്നവൻ എത്രയധികം തരുവെന്ന് ദൈവവചനം പറഞ്ഞു. മുട്ടുവെങ്കിൽ തുറക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവത്തോട് ചോദിക്കുന്നു? പരിശുദ്ധാത്മാവിന് അധികമായി എത്ര പേര് ചോദിക്കുന്നു? നിൽക്കുന്ന ആ നിമിഷം
ദൈവത്തോടൊന്ന് ചോദിക്കുക, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് ദൈവശക്തി വേണം. റബാന ശന്ധര ജനത്തേരി ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ചുരുങ്ങിയ ചില ദിവസം കൊണ്ട് നെഹമ്യാവ് ഇടിഞ്ഞു കിടന്നത് പണിതതുപോലെ ജീവിതത്തിൻ്റെ അത് തകർന്നു പോയി എന്ന് പറയുന്ന മലമേഖലകളും പണിയപ്പെടാൻ പോവുകയാണ്. എങ്ങനെ ഒരു പുതിയ അഭിഷേകത്തോടെ, എങ്ങനെ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പോവാണ്, എങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയോടെ ഇന്ന് മുതൽ ഒന്ന് എഴുന്നേക്കാൻ നമ്മൾ തയ്യാറാകണം. തളർന്ന് കിടന്നത് മതി, നിരാശപ്പെട്ടത് മതി, നമ്മൾ കുറ്റം പറഞ്ഞത് മതി. ആരും നമ്മളെ സഹായിക്കത്തില്ല. പക്ഷെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്, ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ യേശു കർത്താവ്, ആ അപ്പൻ ഇന്ന് പകലും നിങ്ങളെ ശക്തീകരിക്കാൻ പോവുകയാണ്. ആ അപ്പൻ ഇന്ന് പകലും നിങ്ങളെ ബലപ്പെടുത്താൻ പോവുകയാണ്. ആ അപ്പൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഇന്ന് പകലും ആ സഹായം ഏറ്റെടുക്കാൻ എത്ര പേര് റെഡിയാണ്? ആ ശക്തി ഏറ്റെടുക്കാൻ എത്ര പേര് റെഡിയാണ്? ഞാൻ വിശ്വസിക്കുന്നു സാമ്പത്തിക മേഖലകളിൽ നിങ്ങളുടെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വിഷമിക്കുകയായിരിക്കാം. പക്ഷേ ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ആ ഒരു പുതിയ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ജയകരമായി നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളിൽ വ്യാപരിക്കുന്ന ആ ശക്തിയാൽ നിങ്ങൾ പ്രതിസന്ധികളെ ജയിക്കുവാനിടയാകും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം പ്രതിസന്ധികളിൽ തളർന്നു പോകാനല്ല, യേശുവിൻ്റെ ശക്തി ഏറ്റെടുക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റെടുക്കുക. ഇന്ന് വരിക്കാലം യാഹോവേ ദൈവമേ അങ്ങയുടെ ദൈവകൃപ എനിക്ക് വേണം, അങ്ങയുടെ ശക്തി എനിക്ക് വേണം. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ മേലൊരു പുതിയ അഭിഷേകം വെളിപ്പെടുകയാണ്. ഒരു പുതിയ ദൈവശക്തി വ്യാപരിക്കുകയാണ്, ഒരു പുതിയ ദൈവകൃപ വ്യാപരിക്കുകയാണ്. ഈ നിമിഷം നിങ്ങൾ ചോദിക്കണം, കർത്താവേ എനിക്ക് വേണം, എനിക്ക് ദൈവകൃപ വേണം, എനിക്ക് ദൈവശക്തി വേണം. അതരാ ജനതാ രക്ഷ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുന്നത് ഒന്ന് നിങ്ങളുടെ മേൽ കൈമാറാൻ പോവുക. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പല പ്രാവശ്യം ദൈവശക്തിയെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവീൻ. എഫേസ്യ ലേഖനം 6:10 പൗലോസ് പറയുകയാണ്, എങ്കിലും നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന. പക്ഷേ നിങ്ങൾക്ക് എന്ത് എതിരുണ്ടെങ്കിലും അതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തിയെക്കുറിച്ച് പൗലോസ് പിന്നെയും പരിചയപ്പെടുത്തി. 6-ാം അധ്യായം 10-ാം വാക്യം. അത് നമ്മൾ ദൈവശക്തിയാൽ നമ്മൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കാൻ ദൈവം വെളിപ്പെടുത്തി. പൗലോസ് അത് സഭയോട് അത് അറിയിച്ചു. എന്ത്? നമുക്ക് സർവായുധ വർഗം ധരിച്ച് മുന്നോട്ട് പോകണം. വചനം കയ്യിൽ ഏന്തി പരിച കയ്യിൽ പിടിച്ച് വിശ്വാസം എന്ന പരിച നമ്മുടെ കയ്യിൽ വേണം. എല്ലാ തീയമ്പുകളെയും തടഞ്ഞ് എല്ലാ പ്രതിസന്ധികളെയും ജയമെടുത്തുകൊണ്ട് ദൈവശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് ഇന്ന് പകലിൽ ചിലർമേൽ ഒരു പുതിയ അഭിഷേകം പകരുകയാണ്. അതേ ദൈവ പൈതലെ ഇന്ന് പകൽക്കാലം ഒന്ന് ശക്തിപ്പെട്ടാട്ടെ, ഇന്ന് പകൽക്കാലം ഒന്ന് ബലപ്പെട്ടാട്ടെ. കർത്താവിനോട് പറയാം, കർത്താവേ എനിക്കൊരു പുതിയ ശക്തിയെ തരണമേ, കർത്താവേ ഇന്നൊരു പുതിയ ബലത്തെ തകരണമേ, ഒരു പുതിയ ദൈവകൃപ തരണമേ. ഹതന ശന്തര റീഗന. നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം ശക്തി ധരിച്ച് മുന്നേറേണ്ട നിമിഷമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതിപ്രധാനമായൊരു കാര്യമുണ്ട്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കണം. നിങ്ങൾ ശക്തി പ്രാപിക്കണം. നിങ്ങൾ വാഗ്ദത്തം. അതെ, ആക്സ് 1:8 പറഞ്ഞൊരു കാര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിക്കും. യെരൂശലേമിൽ, യഹൂദിയയിൽ, ശമരിയയിൽ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷിയാകും. എങ്ങനെ? ദൈവശക്തി വന്നാൽ ദൈവം നമ്മളെ നിർത്തും കേട്ടോ. ദൈവശക്തി പ്രാപിക്കണമെന്ന് കർത്താവ് ഹല്ലേലൂയ പല പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ ശേഷം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം 500-ലധികം ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ശക്തി ധരിക്കണം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുതും. സ്തോത്രം. നമുക്കറിയാം, എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർ സകല പ്രതീക്ഷകളും തകർന്ന് അരുമനാഥനായ യേശു മരിച്ചതിൻ്റെ ദുഃഖത്തിൽ അവർ പോയി. പക്ഷേ കർത്താവ് അവരുടെ കൂടെ ചെന്ന് അവർ ഉള്ളം കത്തിച്ച് യെരൂശലേമിലേക്ക് മടക്കി മാളിക മുറിയിലേക്ക് കയറ്റി 120 പേരെ ശക്തിപ്പെടുത്തിയതുപോലെ മാളിക മുറിയുടെ അനുഭവം നിങ്ങൾ ഇരിക്കുന്നിടത്ത് വ്യാപരിക്കപ്പെടട്ടെ. ഇന്ന് പകലെ അഗ്നിയുടെ നാവുകൾ നിങ്ങളുടെ മേൽ പതിയപ്പെടുന്ന ഒരു നിമിഷമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇപ്പോൾ ദൈവം നിങ്ങളെ ടച്ച് ചെയ്യട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിൽ നിന്നും കയറി വരട്ടെ. നിങ്ങളുടെ ബന്ധനങ്ങൾ പൗലോസ് തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ ചില വിഷയങ്ങളെ കുടഞ്ഞു കളഞ്ഞ് കയറി വരിക. ഹല്ലേലൂയ. ഇന്ന് പോലെ തീയിലൊന്ന് കുടഞ്ഞ് അണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ ഹല്ലേലൂയ ജീവിപ്പാൻ സമ്മതിക്കത്തില്ല. അനേകരെ ചീർത്തും അനേകർ വീണും പോയതാ. പക്ഷേ പൗലോസ് തീയിൽ കുടഞ്ഞു. ഇന്ന് പകൽക്കാലം അനേകരുടെ വന്ന തന്ത്രം ദൈവം ഇതിലെ നിന്റെ അടുക്കെ നടക്കത്തില്ല. നീ എഴുന്നേക്കും, നീ കുടയും. ഇന്ന് പകൽ ചിലത് കത്തിപ്പോകും. ഇന്ന് വിശ്വസിക്കുന്നവർ മേൽ അത് വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കുടഞ്ഞു കളയുക. അധികാരത്തോടെ അഭിഷേകത്തോടെ എഴുന്നേക്കുക. ഹല്ലേലൂയ. മാളിക മുറിയിൽ അത് പതിഞ്ഞു. പത്രോസ് ചാടി എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഹല്ലേലൂയ. വളരെ സകല പ്രതീക്ഷകളും പോയ ജനത്തിന് ഇന്ന് വാഗ്ദത്തം പ്രാപിച്ചതിൻ്റെ സന്തോഷമാണ് മാളിക മുറിയിൽ കണ്ടത്. ഹല്ലേലൂയ. അവിടെ അഭിഷേകത്തോടെ അന്യഭാഷയോടെ അവർ സംസാരിച്ചു തുടങ്ങി. ശക്തരായി എഴുന്നേറ്റു. ഇന്ന് ഞാൻ പറയാം, പ്രതികൂലങ്ങളിൽ നമ്മൾ തളർന്നു പോവുകയല്ല വേണ്ടത്, ശക്തമായി എഴുന്നേൽക്കുക. ശക്തമേറിയ അഭിഷേകം ഇന്ന് ഏറ്റെടുക്കുക. എത്ര പേര് ആഗ്രഹിക്കുന്നു ശക്തമേറിയ അഭിഷേകത്തെ? മാളിക മുറിയിൽ ഇറങ്ങിയ ആ അഭിഷേകത്തിൻ്റെ തീ ഇന്ന് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, എവിടെയായിരുന്നാലും നിങ്ങൾ അവിടെ നിന്ന് കർത്താവേ എൻ്റെ മേലൊരു പുതിയ ശക്തി അയക്കണമേ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവിടെ നിങ്ങളുടെ മേൽ അത് വ്യാപരിക്കും. നിങ്ങൾ പരാജയത്തോടെ ദുഃഖത്തോടെ നിരാശയോടെ ഇരിക്കുന്ന ഏത് വിഷയവുമായിക്കോട്ടെ, അതിൻ്റെ അകത്തൊരു അത്ഭുതം നടക്കും. ഞാൻ വിശ്വസിക്കുന്നു. ചിലർ സാമ്പത്തിക വിഷയങ്ങളുടെ കെണികളിൽ നിന്ന് വെളിവരാൻ പോവുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ പോലും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ മകനെ ഞാൻ ഒരു കാര്യം പറയാം. ദൈവശക്തി ഏറ്റെടുത്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകണം. ജീവിച്ച് കാണിക്കേണ്ടത്, ജീവിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമാണ്. തകർന്നു പോകാനും തകർത്തു കളയാനും പല മേഖലകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ജീവിപ്പിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകലൊരു അസാധാരണമായ അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു മാളിക മുറിയുടെ അനുഭവം ഇന്ന് അങ്ങനൊരു പകർച്ച, അങ്ങനൊരു തീ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് വ്യാപരിക്കപ്പെടട്ടെ. 6:10 പറഞ്ഞതുപോലെ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇന്ന് വൽക്കാലം എത്ര പേരൊന്ന് ശക്തിപ്പെടുവാൻ റെഡിയാണ്? ഇന്ന് വൽക്കാലം ഒന്ന് ഏറ്റെടുക്കാൻ എത്ര പേർ റെഡിയാണ്? അതരാ ജനത്തേരി എങ്കിൽ ഇന്ന് നമ്മൾ സാക്ഷിയായി എഴുന്നേക്കാൻ പോവാ. ഇന്ന് നമ്മൾ ജയാളികളായി എഴുന്നേക്കാൻ പോവാ. ഇന്ന് അസാധാരണമായ വിടുതലോടെ നമ്മൾ എഴുന്നേക്കാൻ പോവുകയാണ്. അന്തരാ ജനത്തേരി. അതെ, ഈ വചനത്തിൻ്റെ നിവർത്തി നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. വചനത്തിൻ്റെ കൈമാറ്റം നിങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടാൻ പോകുന്നു. ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ദൂതനെ കൈമാറി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുന്ന് കർത്താവേ ഞാൻ പ്രാപിക്കാൻ റെഡിയാ കർത്താവേ, എന്നിലേക്ക് പകരണമേ. എൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ കയറാൻ പോവുകയാണ്. നാളുകളായി എന്നെ ബന്ധിച്ച രോഗങ്ങൾ എന്നെ വിട്ടു പോകാൻ പോവുക. അതെന്ത് കാണുന്ന രോഗങ്ങൾ നിങ്ങളെ വിട്ടു പോകാൻ പോവാണ്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടു പോകാൻ പോവുകയാണ്. തലമുറയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന മേഖലകളിൽ ഉദരങ്ങളിൽ വിടുതലുകൾ തന്ന് തലമുറകളെ ദൈവം തരാൻ പോവുകയാണ്. രാജ്യങ്ങളുടെ വഴികൾ തുറക്കപ്പെടാതെ പല സാമ്പത്തിക നന്മകളും വരാതെ അടച്ചു വെച്ച മേഖലകൾ ഇന്ന് വകലെ അല്ല, വെല്ലുവിളികളും ദൈവം തകർത്ത് പുതുവഴികളെ തുറക്കാൻ പോവുകയാണ്. അതെ, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. ഇപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ യഹോവ തുറന്നു വരട്ടെ. പുതിയ ചില മേഖലകൾ, വിടുതലുകൾ തുറന്നു വരട്ടെ. ഇതുവരെ കാണാത്ത അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതരാ ജനതേരി റോഘോഷാധാര ആയിരിക്കുന്നിടത്തിരുന്നുകൊണ്ട് റാം സൽമാനിയ റോഘോ
ഘോഷാന്ധാരിയ രദുരജനധേരി ഘടക അശംധേരി ഘടക രക്ഷധാര രക്തം വചനം ഞങ്ങൾ ജയമെടുക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, ദൈവവചനത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ പറയപ്പെട്ട ദൂത് നിങ്ങളുടെ മേൽ അത് ചലിക്കട്ടെ. ഈ പറഞ്ഞ ദൈവവചനം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് മാളിക മുറിയിൽ ഇടിമുഴക്കം പോലെ കൊടിയ കാറ്റടിച്ചതുപോലെ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരിയുന്നൊരു അഭിഷേകം. ഹല്ലേലൂയ. നിങ്ങളുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോവുക, നിങ്ങളുടെ ട്രൈനസിനെ മാറ്റാൻ പോകുക, ഒരാത്മമാരി ദൈവം പെയ്യിക്കാൻ പോകുക. അഭിഷേകത്തോടെ കയറിക്കോ, അധികാരത്തോടെ കയറിക്കോ. റമന ശന്തര യേസ്. ഞാൻ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് കരമൊന്ന് ഉയർത്താൻ കഴിയുമെങ്കിൽ കർത്താവേ ഞാനത് സ്വീകരിക്കുന്നു. ഇന്ന് എൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്, ഇന്നെൻ്റെ ജയത്തിൻ്റെ ദിവസമാണ്, ഇന്ന് എന്നിൽ ഒരു പുതിയ അഭിഷേകം പകരുന്ന നിമിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് റിസീവ് ചെയ്യാൻ സ്വീകരിപ്പാൻ റെഡിയായി നിന്നോ. ഇന്ന് പകൽക്കാലം കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഒരു ഇരട്ടിപ്പങ്കല്ല കേട്ടോ. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് കൈമാറിയതുപോലല്ല, അതിലപ്പുറമായത് ക്രിസ്തുവിൽ ഉള്ളത് സകലതും, യേശു ക്രിസ്തുവിൽ സകല സ്വർഗീയ അനുഗ്രഹങ്ങളും കൈമാറാൻ പിതാവ് റെഡിയാണ്. ഇന്ന് പകൽക്കാലം ഇതുവരെ കാണാത്തത് കാണുവാൻ, ഇതുവരെ പ്രാപിക്കാത്തത് പ്രാപിപ്പാൻ, ഇന്ന് പകൽക്കാലം ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിന് ആവശ്യമായ ദൈവകൃപ ഇന്ന് നിങ്ങളുടെ മേൽ കൈമാറാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയം എന്തുമായിക്കോട്ടെ, ഏത് വിഷയത്തിലും ദൈവശക്തി വ്യാപരിക്കും. നമുക്കറിയാം, രക്തസ്രാവക്കാരുത്തിയായ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിനെ തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ വയ്യ. അവൾക്ക് 12 വർഷമായി. അവൾ ബ്ലീഡിംഗ് ആയി, അവിടെ ശരീരം ക്ഷയിച്ചു. അവൾക്ക് നടക്കാൻ വയ്യ, അവൾക്ക് വെളിയിലിറങ്ങാൻ പറ്റത്തില്ല. അവൾ യഹൂദന്മാരുടെ മുമ്പിൽ പെടാതെ എന്താണെന്നറിയാമോ, അറക്കപ്പെട്ടവളാണ്. കല്ലെറിയപ്പെടാൻ ഇടയുണ്ട്, തകർക്കപ്പെടുവാൻ ഇടയുണ്ട്. പക്ഷേ ഒന്നും താൻ വകവയ്ക്കാതെ യേശുവിനെ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ പുറയിന് ചെന്ന് ആ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ട് സൗഖ്യമായതുപോലെ യേശുവിനെ തൊട്ടാലും, യേശു തൊട്ടാലും ശക്തി വെളിപ്പെടും. യേശുവിനെ തൊട്ടപ്പോൾ ആ നിമിഷം യേശു കർത്താവ് പറയാണ്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ട് എന്നെ തൊട്ടതാർ. ഹല്ലേലൂയ. ഒത്തിരി പേര് തിക്ക് തിരക്കി കർത്താവിനെ തൊട്ടിട്ടുണ്ട്. കർത്താവിന് മനസ്സിലായി, എന്നെ തൊട്ടുകൊണ്ട് നിൽക്കുന്ന ഇവരാരുമല്ല, വിശ്വസിച്ച് തൊട്ട കർത്താവിന് ആളിനെ പിടികിട്ടി. എങ്കിലും കർത്താവ് ചോദിച്ചു, കർത്താവിന് മനസ്സിലായി, ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ബാധ ഒഴിഞ്ഞവൾ സ്വസ്ഥയായി. ആ നിമിഷം അവൾക്ക് വിടുതലുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് പോലെ ഞാൻ പറയട്ടെ, ദൈവശക്തി വെളിപ്പെടുമ്പോൾ എല്ലാ ബാധകൾ ഭവനത്തിൽ നിന്ന് മാറുക. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളങ്കാലിൽ നിന്നൊരു അഭിഷേകം വെളിപ്പെടുക. എല്ലാ രോഗശക്തികളും നിങ്ങളെ വിട്ട് മാറട്ടെ. ഇന്ന് പകൽക്കാലം ദൈവശക്തി വ്യാപരിക്കുമ്പോൾ വർഷങ്ങളായി നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ട് മാറട്ടെ. ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, ഇന്ന് വിടുതലിൻ്റെ നിമിഷമാണ്. വിടുതലിൻ്റെ ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ്. ഏറ്റെടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു അസാധാരണമായ വിടുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് കർത്താവിനെ തൊട്ടവരും ദൈവശക്തി പ്രാപിച്ചതുപോലെ ഈ വചനത്തിലൊന്ന് വിശ്വസിക്കുക. ആമേൻ എന്ന് വാൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഇന്ന് വാൽക്കാലം ദൈവശക്തി ഏറ്റെടുക്കാൻ ദൈവജനമേ റെഡിയായിക്കോ. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഇതിലെ കണ്ണുകളടച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ ദൂത് ഞാൻ ജനത്തിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നു. അവർ തളർന്നിരിക്കുന്ന മേഖലയുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞതുപോലെ ശക്തിയിൽ പുതുക്കപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ശക്തി ധരിക്കുന്ന ചിലർ ഈ ദൂത് കേട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. മാളിക മുറിയിൽ ദൈവശക്തി കൈമാറിയതുപോലെ ഇന്ന് അഭിഷേകത്തോടെ ജനം എഴുന്നേക്കട്ടെ. വലിയൊരു ആത്മ പകർച്ച അവർ ആയിരിക്കുന്ന ഭവനത്തിൽ, വാഹനത്തിൽ,
ആയിരിക്കുന്ന ഏത് മേഖലകളിലും കർത്താവേ അവരുടെ കടക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ജീവിപ്പാൻ സമ്മതിക്കാത്ത ചില വെല്ലുവിളികൾ, പ്രതികൂലത്തിൻ്റെ ചില സ്വഭാവങ്ങൾ, പ്രതിസന്ധിയുടെ ചില വെല്ലുവിളികൾ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നവരിൽ നിന്നത് വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇന്ന് പോലെ അസാധാരണമായി വിടുതൽ സംഭവിക്കട്ടെ. വിടുതലിൻ്റെ നിമിഷങ്ങൾ, ജയത്തിൻ്റെ നിമിഷങ്ങൾ, അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങൾ ജനത്തിൻ്റെ മേൽ വലിയ വിടുതലിനെ കൈമാറുകയാണ്. ഇന്ന് പകൽ എഴുന്നേൽക്കുക, അധികാരത്തോടെ എഴുന്നേൽക്കുക, കുടഞ്ഞു കളയേണ്ടതിനെ കുടഞ്ഞു കളയുക. വിശ്വാസത്തോടെ അതിനെ ഒന്ന് കുടഞ്ഞു കളയുക. ഇന്ന് പൽക്കാലം അനേകര് നോക്കി നിൽക്കുകയാണ്. നീ ചീർക്കും വീർക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ മുമ്പിൽ പൗലോസ് ഒരു ദേവനെന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? സാധാരണ ആൾക്കാരാണ് തകർന്നു പോകും, പക്ഷെ ദൈവശക്തി ഉള്ളവൻ തകർന്നു പോകത്തില്ല. ഇന്ന് പൽക്കാലം തകർന്നു പോകാത്തൊരു അഭിഷേകം ജനത്തിൻ്റെ മേൽ പിതാവേ അങ്ങ് അയക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഈ വിശ്വസിക്കുന്നവരുടെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവരുടെ പ്രതികൂലങ്ങളിൽ നിന്ന് കയറി വരട്ടെ. സാമ്പത്തികമായി തുറന്നു വരട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ജയകരമായ ശുശ്രൂഷകൾക്ക് വേണ്ടി ചിലർ എഴുന്നേക്കട്ടെ. ആയിരിക്കുന്ന മേഖലകളിൽ ഒരു പുതിയ അഭിഷേകത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. അതരാ ജനതേരി അത്തലാ ജനതേരി ഘടക. അതെ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവ തൻ്റെ ജനത്തിന് ശക്തി മടക്കി നൽകും, അനുഗ്രഹം നൽകും, സമാധാനം നൽകും. ഇന്ന് പകൽക്കാലം ഇതുവരെ ഇല്ലാത്ത വിടുതലുകളെ ദൈവജനത്തിൻ്റെ മേൽ റിലീസ് ചെയ്യുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം അത് ക്രിസ്തുയേശുവിൽ കൂടെ ഇന്ന് റിലീസ് ചെയ്യുന്നു. സകലരുടെ മേലും അത് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ കൂടെ വെളിപ്പെടുന്നല്ലോ. ഇന്ന് ഒരു പുതിയ അഭിഷേകം റിലീസ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടെയുള്ള സകല സ്വർഗീയ അനുഗ്രഹങ്ങളും പിതാവാം ദൈവം ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ റിലീസ് ചെയ്യുന്ന നന്ദി. ഈ വചനം കേട്ടവർ ഇപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുക. ഹീലിംഗ്. ഇപ്പോൾ ചില സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ചില കെട്ടുകൾ പൊട്ടിമാറുന്നു. ഇന്ന് ലോക്കൽ ബൗണ്ടറികൾ പൊളിച്ച് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവശക്തിയോടെ ചിലർ മുന്നോട്ട് പോകുന്നു. ഭയങ്കര വിടുതലുകൾ സംഭവിക്കട്ടെ. ഭയങ്കര ജയം സംഭവിക്കട്ടെ. അസാധാരണമായ ഒരു ധൈര്യം വെളിപ്പെടട്ടെ. അസാധാരണമായ ഒരു സമാധാനം വെളിപ്പെടട്ടെ. ഇന്ന് പകലിൽ ജയത്തോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയെ സഹായിക്കുന്നതിന് നന്ദി. ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നതിന് നന്ദി. അങ്ങയുടെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ദൈവശക്തിയിൽ പുതുക്കം പ്രാപിച്ചു ദൈവശക്തിയുടെ ജയാളികളായി മുന്നോട്ട് നീങ്ങട്ടെ. ജനത്തെ ഈ വചനം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. വചനം റിലീസ് ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിൻ്റെ നിവർത്തി ജനത്തിൻ്റെ മേൽ സ്വർഗം വെളിപ്പെടുത്തിയ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ആമേൻ ആമേൻ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇനിയുള്ള നാളുകളിൽ നമ്മൾ കാണും. നിങ്ങൾ അത് കാണും. ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം കർത്താവ് നിങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഷാലോം. നമുക്ക് വീണ്ടും കാണാം. ആമേൻ.